ജിമ്മി ജെയിംസ്, ഇപ്പോൾ നമുക്ക് ഈ ലക്ഷ്യ 2026 സമ്മിറ്റിന്റെ വിശദമായ വിവരങ്ങൾ രഞ്ജിത്ത് പറഞ്ഞു. 100-100-ലധികം എന്ന് തന്നെയാണ് പലപ്പോഴും നേതാക്കൾ പറയുന്നത്. അതൊരു അമിത ആത്മവിശ്വാസമാണോ? അത് എളുപ്പമാണോ? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം തന്നെ അപ്രതീക്ഷിതമായിരുന്നു. ഇത്രയും വലിയൊരു വിജയം, അതായത് കോർപ്പറേഷനുകളടക്കമുള്ള വളരെ വലിയൊരു തേരോട്ടം അവർ നേടുമെന്നുള്ളത് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചില്ല. CPM-ൻ്റെ കയ്യിലുള്ള LDF-ൻ്റെ കയ്യിലുള്ള കോർപ്പറേഷനുകൾ ഒന്നായി ചുരുങ്ങിയ ഒരു സാഹചര്യം, കൊല്ലം പോലെയുള്ള കോർപ്പറേഷൻ UDF-ൻ്റെ കയ്യിലേക്ക് വരിക, അങ്ങനെ ഒരു സാഹചര്യം സത്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോലും, നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്നതാണ്, കൊല്ലം അവരുടെ കണക്കിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വലിയൊരു വിജയത്തിൻ്റെ ഒരു വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അത് അവർ പ്രതീക്ഷിച്ചാലും അപ്പുറത്തേക്കായി. എന്താണ് തദ്ദേശത്തിൻ്റെ പ്രത്യേകത? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായ വിഷയങ്ങളോ ദേശീയ വിഷയങ്ങളോ അല്ല, ഗ്രാസ് റൂട്ട് ലെവലിലെ ആളുകളും ഗ്രാസ് റൂട്ട് ലെവൽ വിഷയങ്ങളുമാണ് സ്വാധീനമാവുക. അവിടെ CPM-നെ പോലെ CPI-യെ പോലെ ഇടതുപക്ഷത്താണ് ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനവും സംഘടനയിലെ വ്യക്തികളുമുള്ളത്. നിങ്ങൾക്ക് തന്നെ ഈ വാർത്ത, ഈ ചർച്ച കാണുന്നവർ തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര CPM-കാരെ എത്ര CPI-കാരെ നേരിട്ടറിയാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം ഗ്രാസ് റൂട്ട് ലെവലിൽ ആളുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ അത് CPM-നെതിരെ സ്ഥാനങ്ങൾ മറിയാൻ വളരെ വളരെ സാധ്യത കുറവാണ്. അതാണ് സത്യം. പ്രാദേശിക വിഷയങ്ങളിൽ കോൺഗ്രസിനേക്കാൾ ഇടപെടുന്ന കാര്യത്തിൽ ഒരു പണത്തൂക്കം മുമ്പിലാണ് CPM. പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് മുമ്പിലാണ് CPM. അങ്ങനെ ഇരുന്നിട്ടും സംസ്ഥാനത്ത് ഒരു UDF തരംഗമുണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വസ്തുത. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 100 നമുക്ക് വേണമെങ്കിൽ അടിക്കാം എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസിന് നല്ലതാണ്. കണക്കൂട്ടി നോക്കുമ്പോൾ 82 സീറ്റുകൾ സ്വാഭാവികമായും ഈ രീതിയിൽ വോട്ടുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ, അത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടാണ് നോക്കേണ്ടത്, ഗ്രാമപഞ്ചായത്തല്ല. ജില്ലാ പഞ്ചായത്തിലാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുക. അതെടുത്ത് നോക്കിയാൽ സ്വാഭാവികമായി 82 സീറ്റിൽ ഇപ്പോൾ തന്നെ UDF ജയിച്ചു നിൽക്കുകയാണ്. CPM 50-ന് മുകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ, 60 കടക്കുന്നില്ല. BJP-ക്കും സ്വാധീനമുള്ള മേഖലകളുണ്ട്. 2-3 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ CPM കോൺഗ്രസിനും UDF-നും 100 അടിക്കും എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അവർക്കത് അങ്ങനെ ആത്മവിശ്വാസം നടത്താനുള്ള ഒരു എന്താ പറയുക, ഒരു സാഹചര്യമുണ്ട്. ഇനി ഇതിപ്പോൾ തുടങ്ങിയതാണോ? നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണത്തിൽ UDF ആണ് ജയിച്ചത്. അത് അവർ ജയിച്ച സീറ്റുകളാണെന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ PT തോമസിൻ്റെ സീറ്റായാലും ഉമ്മൻചാണ്ടിയുടെ സീറ്റായാലും രണ്ടും സഹതാപ തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും അംഗീകരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള സീറ്റുകളോ? ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് 3000-ൽ നിന്ന് 18,000-ലേക്കാണ് കോൺഗ്രസ് അവരുടെ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഷാഫി പറമ്പിൽ മാറി അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ജയിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ചേലക്കരയിൽ 39,000 വോട്ടിന് ജയിച്ച CPM-ൻ്റെ ഉരുക്ക് കോട്ടയിൽ അത് 10,000 ചില്ലുവാനം വോട്ടിലേക്കാണ് ഇടതുമുന്നണിയുടെ CPM-ൻ്റെ വോട്ട് കുറഞ്ഞത്. ഇതും ചെറിയ കാര്യമല്ല. നിലമ്പൂർ നമുക്ക് വിടാം. നിലമ്പൂരിൽ അൻവർ ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി അൻവറിന് ഒരു 20,000 വോട്ട് ഇപ്പുറത്ത് വന്നുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ നോക്കൂ, ഈ 2 സ്ഥാനങ്ങൾ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും UDF-ന് ഒരു വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അപ്പോൾ ഒന്ന്, ലോക്സഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വളരെ വലിയ മുന്നേറ്റം, അത് ഗ്രാസ് റൂട്ട് ലെവൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊല്ലം കോർപ്പറേഷൻ അടക്കം പിടിക്കുന്ന രീതിയിലേക്ക് അവർക്കുണ്ടായ മുന്നേറ്റം. 2, ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം മിന്നുന്ന പ്രകടനം. അവർ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കൂട്ടാനും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ ഭൂരിപക്ഷം കുറയ്ക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കണ്ട. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കുറേ നാളുകളായി കേരളത്തിലെ പാറ്റേൺ വ്യത്യസ്തമാണ്. പക്ഷേ തദ്ദേശവും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. 2, ഈ സംഭവം കൊണ്ടുണ്ടായത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ചലിക്കാൻ വളരെ വലിയ പാടാണ്. തിരുവനന്തപുരമൊക്കെ നമുക്ക് നേരിട്ടറിയാം, വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ ഈ വിജയത്തിൻ്റെ ഒരു ആവേശം വളരെ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ജയിക്കാൻ പോവുകയാണ് എന്നൊരു പ്രതീതി ഈ 100+ എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ അതിൻ്റെ പരകോടിയിൽ എത്തുകയാണ്. നമുക്ക് തന്നെ നേരിടാം. ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസിലെ ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ആവേശവും പരിപാടികൾക്ക് ഇറങ്ങുന്ന ആളുകളും കോൺഗ്രസിന് വേണ്ടി ചായക്കട ചർച്ചകളിൽ അനുകൂൽ സംസാരിക്കുന്നവരുടെ എണ്ണവുമൊക്കെ വളരെ പെട്ടെന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ സംവിധാനം ഇല്ലാത്ത ഇടങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ പഴയ സംവിധാനം തിരിച്ചു വരികയാണ്. അതൊരു സംഘടനാ സംവിധാനമല്ല, കയ്യടി ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പും വളരെ ആക്റ്റീവായി വന്നു കഴിഞ്ഞു.
ഇതിനനുകൂലമായി വേറെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അടിമുടി പാളി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടിയെടുക്കുന്നില്ല, അയാൾ ജയിലിലെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ലാതെ ഏതാണ്ട് 60 ദിവസം കഴിയുന്നു സി പി എം എന്തോ വാശിപ്പുറത്ത് നിങ്ങളെയൊക്കെ പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ അയാളെ പുറത്താക്കുന്ന പ്രശ്നമില്ല എന്ന മട്ടിൽ ഒരു വല്ലാത്ത വാശിയിൽ എല്ലാവരോടും തിരിച്ച് പ്രതികരിക്കുന്ന സ്വർണ്ണക്കൊള്ള കേസിലെ വിഷയം. അതിനു മുമ്പാണല്ലോ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണൊരു സ്ത്രീ മരിച്ചത്. അങ്ങനെ സർക്കാരിനെതിരായ സാധനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വളരെ സജീവമായിരുന്നു. ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായി. നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷ സഹയാത്രികർ പോലും CPM-നകത്തുള്ള ഇടതുപക്ഷ ചർച്ചകളിൽ പോലും CPM-നകത്തുള്ള അണികളുടെ ചർച്ചകളിൽ പോലും വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ താങ്ങേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പമാണ് ഇന്നലെ തുടങ്ങിയ സതീശനെതിരായ ഇതിനോടകം ഇതുവരെ നോക്കുമ്പോൾ ചീറ്റിപ്പോയ CBI എൻക്വയറി ആക്ഷേപം. ഇത്രയും ഘടകങ്ങൾ ഇപ്പോഴും അനുകൂലമായി നിൽക്കുകയാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. 100 വേണമെങ്കിൽ 120+ എന്ന് പറഞ്ഞാലും ആരും അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം. ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നു 100 അടിക്കാനുള്ള സാധ്യത മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം പറയാൻ. നിങ്ങളൊന്ന് തിരിച്ചു ആലോചിച്ച് നോക്കൂ. 2010 ഇതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കാലമാണ്. അന്ന് മുനിസിപ്പാലിറ്റികൾ ഒഴിച്ചു വെച്ച് നോക്കിയാൽ 2025 വളരെ നല്ല മുന്നേറ്റം UDF ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. 68-72 പിറവവും മണലൂരും വെറും 1000 വോട്ട് മാറിയിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലേ വീണ്ടും. അപ്പോൾ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ റെപ്ലിക്ക 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല കോൺഗ്രസ് നേതാക്കളെ. അതൊരു പ്രശ്നമല്ലേ? അത് നിങ്ങളെന്താണ് കാണാത്തത്? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? ഞാനതിന് കാണുന്ന കാരണം 2008 മണ്ഡല പുനർനിർണ്ണയമാണ്. 2008 മണ്ഡല പുനർനിർണ്ണയത്തോടു കൂടി CPM-നും LDF-നും അനുകൂലമായ ഒരുപാട് മണ്ഡലങ്ങൾ വളരെ സജീവമായി ഇപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെയാണ് എത്ര ആഞ്ഞു പിടിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക രീതിയിലുള്ള മണ്ഡല പുനർനിർണ്ണയം കാരണം ഇപ്പോഴത്തെ മണ്ഡലത്തിൻ്റെ സ്ട്രക്ചർ കാരണം UDF-ന് മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല. 2008 ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും UDF-ന് അവരുടെ പഴയ പ്രകടനത്തിൻ്റെ 7 അയലത്ത് വരാനായില്ല. ഭരണത്തിൽ കയറുമ്പോൾ പോലും 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം 2016 തോറ്റതിനേക്കാൾ മോശമായി 2021 തോൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2011 2016 2021 UDF ഉറപ്പായിട്ടും ജയിച്ച സ്ഥലങ്ങൾ 30 ഉള്ളൂ. ഇടതുപക്ഷം ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ച 58 സീറ്റുകളുണ്ട് കേരളത്തിൽ. നോക്കണേ, അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ആവേശം, താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം, ഇതെല്ലാം നിങ്ങൾ UDF-ന് അനുകൂലമാകുമ്പോൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വോട്ടുകൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. 2, BJP ഫാക്ടർ. 2010 2011 നമ്മളിത് കാണുന്ന BJP അല്ല ഈ 2025 നിൽക്കുന്ന BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, വളരെ വലിയ വോട്ടിന് ഒരു ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക മാത്രമല്ല സംസ്ഥാനത്താകെ അവരുടെ പ്രസൻസ് അറിയിക്കാൻ അവർക്ക് കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം സംബന്ധിച്ചിട്ട് പറയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെയല്ല. 14.96% 2016 കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം 2% കുറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ BJP ഇപ്പോൾ കേരളത്തിൽ 20% വോട്ട് പിടിക്കുമെന്നല്ലല്ലോ നമ്മുടെ പ്രശ്നം. BJP ടാക്റ്റിക്കലായി വോട്ട് ചെയ്താൽ എന്ത് ചെയ്യും? BJP തിരുവനന്തപുരം ജില്ലയിൽ ഒരു 3-4 സീറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കാസർഗോഡ് കണക്കൊക്കെ വളരെ രസകരമാണ്. കാസർഗോഡ് ചില സീറ്റുകളിലൊക്കെ BJPക്ക് വളരെ നിർണായക ഘടകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉദുമയിൽ UDF-ന് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് 685 വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPക്ക് അവിടെ 22,000 മുകളിൽ വോട്ടുണ്ട്. 22,000 വോട്ട്. നോക്കണേ, 886 വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിനുള്ള സ്ഥലത്ത് BJPക്ക് 22,000 വോട്ടുണ്ട്. അതിന് നിങ്ങൾ കാസർഗോഡ് താഴോട്ടിറങ്ങിയ ബത്തേരിയിൽ വന്നാലും 21,000 വോട്ടുണ്ട് BJPക്ക്. ബത്തേരി ഒന്നും അങ്ങനെ BJP അടിച്ചു കയറുന്ന സ്ഥലമൊന്നുമല്ല. 21,000 വോട്ടുണ്ട്. അവിടെ UDF-ൻ്റെ 2,000 ഉള്ളൂ. ടാക്ടിക്കൽ വോട്ടിംഗ് BJP നടത്താൻ തീരുമാനിച്ചാൽ ഇത് ചെറിയ കാര്യമാവില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു ഗെയിം ചേഞ്ചർ ആവാനും ഒരു കിങ് മേക്കർ ആകാനും തീരുമാനിച്ചാൽ ഈ കനകോലുവിൻ്റെ കണക്കും ഈ കെട്ടിപ്പൊക്കിയ സാധനങ്ങളൊന്നും ചിലപ്പോൾ നിലനിന്ന് വരില്ല. BJPക്ക് എത്ര സീറ്റ് വേണം? 10 സീറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കാസർഗോഡുള്ള 2 സീറ്റ്, തിരുവനന്തപുരത്തെ 4 സീറ്റ്, ഞാൻ നേരത്തെ പലതവണ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ സീറ്റുകൾ, കാസർഗോഡുള്ള 2 സീറ്റ്, ഇത്രയും കഴിയും. പിന്നെ പാലക്കാടും തൃശ്ശൂരും.
ഇത്രയും സ്ഥലങ്ങളിൽ മതി, 10 സീറ്റിന് താഴെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്ന 4 സീറ്റ് വരെയൊക്കെ കിട്ടാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ BJP എന്ത് ചെയ്യാനാണ് പോകുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുതൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്ര ചേർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരം UDFും BJPയും UDFും NDAയും തമ്മിലാണ്. അങ്ങനെയല്ല BJP മുമ്പ് പറഞ്ഞിരുന്നത്. BJP അതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾ LDFും NDAയും തമ്മിലാണ് മത്സരമെന്നാണ്. അതായത് BJP വേഴ്സസ് CPM എന്നതിൽ നിന്ന് മാറി ഇപ്പോൾ BJP പറയുന്നത് മത്സരം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും തമ്മിൽ നടന്നാണ്. ഇവിടും തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തം. ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ കൃത്യമായി എങ്ങോട്ടേക്കാണ് പോവുക, അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ BJPക്ക് ചില നേട്ടങ്ങളുണ്ട്, ചില മണ്ഡലങ്ങൾ BJP ജയിക്കും. അതല്ലാതെ മറ്റ് മണ്ഡലങ്ങളിൽ BJP എന്ത് ചെയ്യുമെന്നുള്ളത് ഒരു $1 million ക്വസ്റ്റ്യനാണ്. എത്രത്തോളം ടാക്ടിക്കൽ വോട്ടിംഗ് നടക്കും, എന്തിന് നടത്തും, ആർക്ക് വേണ്ടി നടത്തും, അതൊക്കെ രണ്ടാമത് ചെയ്തു. പക്ഷേ ടാക്ടിക്കൽ വോട്ടിംഗ് ഉണ്ടാവും. ഇനി ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ കോഴിക്കോട് നഗരസഭയിലേക്ക് നടന്ന, കോർപ്പറേഷനിലേക്ക് നടന്ന ഇലക്ഷൻ നോക്കൂ. അവിടെ ആൻറ്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ് BJPയുടെ സീറ്റുകൾ കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് അവിടെ UDFന് അധികാരമേൽക്കാൻ പറ്റാതെ പോയത്. അങ്ങനെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു കാരണവശാലും BJP ജയിക്കാൻ സാധ്യതയില്ല എന്ന ഒരു കണക്കുകൂട്ടൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ആകാതെയും ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ UDFിലേക്ക് വരാം. പക്ഷേ BJPയുടെ കേഡർ വോട്ടുകൾ അവർ മറ്റ് 10 മണ്ഡലങ്ങൾ വെച്ച് കേരളത്തിലെ ബാക്കി 130 മണ്ഡലങ്ങളിലെങ്കിലും അവരെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാനോ ഭാവി രാഷ്ട്രീയം മുൻനിർത്തി സഹായിക്കാനോ ശ്രമിച്ചാൽ അത് ആർക്കായിരിക്കും പോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലിരിക്കും 100 ആണോ 100+ ആണോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ വലിയ ആവേശം നമ്മളിന്ന് കണ്ട വയനാട്ടിലെ ക്യാമ്പ്, അതൊക്കെ ശരി, കോൺഗ്രസിനെ നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നുമല്ല. ഇതൊക്കെ പുറത്തു പറയും. ഇനി അങ്ങോട്ട് കോൺഗ്രസിലെ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിന്ന് അടി തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് ഹൈക്കമാൻഡ് വിളിച്ചു പറഞ്ഞു ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, MLA-മാരുടെ ഭൂരിപക്ഷം നോക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് ഇത് പറഞ്ഞുകൊണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നൽകിയിരുന്ന സൂചന. എങ്കിൽ പോലും 3 പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമല്ലല്ലോ, AICC എന്നുള്ള വേണുഗോപാലും വരെ ഇവിടെ വന്ന് എത്തി നിൽപ്പുണ്ട്. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ ത്രയങ്ങളുടെ കൂടെ UDFിൻ്റെ കൺവീനർ വേണമെങ്കിൽ വരാം. ഈ ഒരു തർക്കം ഈ 4 പേരിലേക്ക്, അല്ലെങ്കിൽ 3 പേരെങ്കിലും എടുത്തോളൂ, ഈ 3 പേരിലേക്കെങ്കിലുമൊക്കെ തർക്കങ്ങൾ തുടങ്ങിയാൽ ഇവിടെയല്ല നിൽക്കുക. സീറ്റ് വിഭജനം എത്രയും ഭംഗിയായി തീർക്കുക, ഘടകകക്ഷികളുമായി ചേർന്ന്. അത് മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നിൽക്കുക. അതോടൊപ്പം പാർട്ടിക്കകത്തുള്ള സീറ്റുകളിൽ കൃത്യമായി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ പണി പാളാൻ പോവുകയാണ്. കാരണം CPMൻ്റെ കൗണ്ടർ സ്ട്രാറ്റജി പഴയ MLA-മാരെ മിക്കവാറും എല്ലാവരെയും നിലനിർത്താനാണ്. MLA-മാരുടെ ഗുഡ് വില്ലിൽ ഊന്നിക്കൊണ്ടാണ് CPMൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ പോലും ഇത് പ്രശ്നമാകും. പിന്നെ CPMനേക്കാൾ കാലുവാരലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പണി കൊടുക്കലും പണ്ടേ കോൺഗ്രസ്സിലുണ്ട്. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം കോൺഗ്രസ്സിന് പണിയാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ 100 എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി വെക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ ചരിത്രം അങ്ങനെയല്ല. പ്രദേശം ജയിച്ചതുകൊണ്ട് മാത്രം ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത സർക്കാരിലേറാനുള്ള സാധ്യത 50-50 അല്ലെങ്കിൽ 40-60 പോലുമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ 100ലേക്ക് എളുപ്പമെന്ന് ചോദിച്ചാൽ അങ്ങനെ എളുപ്പം എന്ന് പറയാറായിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങൾ മുഴുവൻ തൽക്കാലം UDFന് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലം തന്നെയാണ്. Meet the editors.